എന്ന് വെച്ചാൽ എവിടോട്ട് ഓടും, എവിടെയാ ഇതൊക്കെ ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത മേഖല ഇവിടെയാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. അപ്പം ഒരു ഫുൾ ഓൺ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു ഇതിലേക്ക് സിനിമകൾ ഇനി ഭാവിയിൽ വന്നേക്കുമോ? ഇവിടെ ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ എന്താ കാര്യം? മഞ്ഞിലാസ് എന്ന് കേട്ടിട്ടില്ലേ? ജൂബിലി പിക്ചേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? എത്രയോ എത്രയോ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രൈഡേ ഫിലിം ഹൗസ് കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒരു കഥ ചെയ്തു എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അല്ല പ്രൊഡ്യൂസറിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. അതൊന്നും ഒരുപാട് ഹൃദയത്തിലേക്ക് എടുക്കാറില്ല. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്ന ഈ സിനിമയുടെ പ്രോസസ്സാണ്. ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഈ സിനിമ. ഫസ്റ്റ് ഡേ ഫ്രൈഡേയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയുടെ സിസ്റ്റം അറിയില്ലായിരുന്നു. സിനിമയിൽ ഇങ്ങനെയാണ്, അല്ല ഇങ്ങനെ ഇന്ന ഓരോ കാറ്റഗറിയിൽ ഇന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനെ ഡെയിലി വേജസ് ആണ്, ചിലർക്കത് അങ്ങനെയല്ല, ചിലർക്കത് വീക്ക്ലി ആണ്, ചിലർക്കത് മന്ത്ലി ആണ്, അല്ല ചിലർക്കത് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. ജനറേഷൻ മാറുകയാണ്. ജനറേഷൻ മാറുന്നതനുസരിച്ച് സിനിമകളും മാറും. നമ്മൾ ഈ ആളുകളുടെ ടേസ്റ്റ് മാറുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് കേട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ നമുക്ക് മനസ്സിലാവാത്ത മ്യൂസിക് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഓക്കെ, ഒരു ജനറേഷൻ മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് തന്നെ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അവരുടെ കൂടെയും പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരെ വെച്ച് മാത്രം പടം ചെയ്യണമെന്നല്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമൊക്കെ പലരും ഈവൻ കമൻസിലാണെങ്കിലും ന്യൂസിൽ വരുന്ന കമൻസ് ആണെങ്കിൽ പോലും ചോദിക്കുന്ന സിനിമാ മേഖല എത്ര മോശമാണെങ്കിൽ വേറെ ഇൻഡസ്ട്രി നോക്കിക്കൂടെ എന്ന്. അതിനുള്ളൊരു ഉത്തരം എന്താണ്? എന്ന് വെച്ചാൽ എവിടോട്ട് ഓടും, എവിടെയാ ഇതൊക്കെ ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത മേഖല ഇവിടെയാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയൊന്നും പറഞ്ഞാൽ ആർക്കും ഓടിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിവിടെ ജോലി ചെയ്യാനാണ് വന്നത്, അതിവിടെ തന്നെ നിന്ന് ജോലി ചെയ്യണം. ഇതെന്തുകൊണ്ട് സ്ത്രീകൾക്ക് പറ്റാത്തൊരു ഇൻഡസ്ട്രി ആവുന്നു? അങ്ങനെ അല്ലല്ലോ ഇത്. എത്രയോ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്. കുറച്ച് പേര് അത് ഇപ്പോഴും പണ്ടത്തെ കാലത്ത് നിന്ന് ബസ് കിട്ടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു റിയലൈസേഷനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ചേഞ്ചസ്, അതിനനുസരിച്ചുള്ള കറക്ഷൻസ് വരുത്തുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ഹോളിവുഡ് ലെവലിലുള്ള ഒരു പ്രൊഡക്ഷൻ മലയാളത്തിലും വരണം എന്നാണ് പറയുന്നത്. ഹോളിവുഡിൽ ഇപ്പം പ്രൊഡക്ഷൻ കമ്പനി വെച്ചിട്ടായിരിക്കും പലരും സിനിമകൾ കാണാനായിട്ട് ചൂസ് ചെയ്യുന്നതും ഒക്കെ. ഇവിടെ അത് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഇപ്പോഴാണ് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കമ്പനി ഏത് എന്ന് നോക്കി തുടങ്ങിയത്. അപ്പം ഒരു ഫുൾ ഓൺ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒരു ഇതിലേക്ക് സിനിമകൾ ഇനി ഭാവിയിൽ വന്നേക്കുമോ? ഇവിടെ ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ എന്താ കാര്യം? മഞ്ഞിലാസ് എന്ന് കേട്ടിട്ടില്ലേ? ജൂബിലി പിക്ചേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? എത്രയോ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രൈഡേ ഫിലിം ഹൗസ് കേട്ടിട്ടില്ലേ? അങ്ങനെ എല്ലാം എത്രയോ പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ പേരിൽ ഇവിടെ സിനിമകൾ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത കാര്യമാണ്. ഹോളിവുഡിലേ ഉള്ളൂ എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല, ഇവിടെ ഉണ്ട്. അത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. നേരത്തെ നായികമാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പടങ്ങൾ, അതായത് ഫ്രൈഡേ, സക്രിയയുടെ ഗർഭിണികൾ, മങ്കിപ്പൻ, 3 നല്ല സിനിമകൾ ചെയ്തതിന് ശേഷം 4ാമത്തെ സിനിമ ആയിരുന്നു പെരിച്ചാഴി. പെരിച്ചാഴിയുടെ സമയത്ത് ആളുകൾ ആ സിഗ്നേച്ചർ ഫിലിം കാണുമ്പോൾ ആളുകൾ കൈയടിക്കുമായിരുന്നു സിഗ്നേച്ചർ ഫിലിമിൽ തന്നെ. അപ്പം എന്നിട്ട് ആ പടം കണ്ടു കഴിഞ്ഞ് പലരും നമ്മളെ വിളിച്ച് പറയുന്നത് തന്നെ നിങ്ങളുടെ പടമായതുകൊണ്ടാണ് ഞങ്ങൾ പോയി കണ്ടത്, എന്നിട്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ഒരു സിനിമയിൽ അത് നമ്മളൊരു ഓക്കെ, അങ്ങനെ ഒരു വലിയ സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിൽ ഇവിടെ അറിയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു ഡയറക്ടർ കുറേ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടറിൻ്റെ പടം കാണാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും. ഒരു ആക്ടർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ നല്ല സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടറിൻ്റെ പടം കാണാനായിട്ട് ഇഷ്ടമുണ്ടാവും. അതേപോലെ തന്നെയുള്ളൂ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ. ഇപ്പം അതുപോലെ തന്നെ ഉള്ളതാണ്. ഒരു സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ ആക്ടേഴ്സിനും ഡയറക്ടറിനും പ്രൊഡക്ഷനും എല്ലാം ഒരേപോലെയുള്ള സപ്പോർട്ട്. പക്ഷെ അതേസമയം ആ സിനിമ വേണ്ടത്ര ഒരു വിജയം കിട്ടിയില്ലെങ്കിൽ അപ്പം പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥ ചെയ്തു എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ കമ്പനിക്ക് അല്ല പ്രൊഡ്യൂസറിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇതിപ്പം ഞാൻ സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എന്താണെങ്കിലും അതൊന്നും ഒരുപാട് ഹൃദയത്തിലേക്ക് എടുക്കാറില്ല. ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്ന ഈ സിനിമയുടെ പ്രോസസ്സാണ്. ഉണ്ടാവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഈ സിനിമ.
ആദ്യം കഥ കേൾക്കുമ്പോൾ മുതൽ അത് കഴിഞ്ഞ് അത് ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് തന്നെ പല പല ആളുകൾ അതിലേക്ക് ഇന്നാവുന്നു, മാറുന്നു, വീണ്ടും ഇന്നാവുന്നു, എന്നിട്ട് സിനിമ തുടങ്ങുന്നു. അവിടെ ഉണ്ടാകുന്ന പല ചാലഞ്ചസ് ഇതെല്ലാം കഴിഞ്ഞ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പം ആട് എന്ന് പറഞ്ഞ സിനിമ ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഇറക്കി ഫസ്റ്റ് ഡേ ഫ്ലോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളാരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയൊന്നുമില്ല. അതിന്റെ കാര്യമില്ല. പക്ഷെ അത് മിനി സ്ക്രീനിൽ വന്നപ്പോൾ പ്രേക്ഷകർ ഏറ്റായി. മിനി സ്ക്രീനിലല്ല, CD ഇറങ്ങിയപ്പോഴാണ് ഹിറ്റായത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ കൂടെ അത്രയും പാർട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കതൊന്നും ഹിറ്റാണോ ഫെയിലിയർ ആണോ എന്നൊന്നും അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പം എല്ലാ പടവും ഹിറ്റാക്കാനൊന്നും എല്ലാവരെ കൊണ്ടും പറ്റില്ല. നമ്മളാരും സൂപ്പർ ഹ്യൂമൻ ഒന്നും അല്ലല്ലോ. ചില കാര്യങ്ങളിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അപ്പം 8ഉം 10ഉം പടം ചെയ്യുമ്പോഴായിരിക്കും ഒരു പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി വരുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സിനിമയ്ക്കായിരിക്കാം ഹിറ്റ് വരുന്നത്. ആളുകളുടെ മൈൻഡ് സെറ്റ് മാറുന്നത് എപ്പോഴാണ്? ഇപ്പം എന്താണ് രോമാഞ്ചം ഇറങ്ങിയ സമയം ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി, കുറച്ച് പേർക്കത് കണക്റ്റ് ആയില്ല. ഇവർക്കൊക്കെ ഇത് എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് ഓർത്ത് പലരും അത്ഭുതപ്പെട്ടു വരുന്നത്. അപ്പം അതായത് ജനറേഷൻ മാറുകയാണ്. ജനറേഷൻ മാറുന്നതനുസരിച്ച് സിനിമകളും മാറും. ഇപ്പം നമ്മൾ ഈ ആളുകളുടെ ടേസ്റ്റ് മാറുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് കേട്ടാൽ മതി എന്ന് പറയും. എന്നോടൊരു ഡയറക്ടറാണ് പറഞ്ഞത്, PR അരുൺ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ബേസിക്കലി എവറി 16 ഇയേഴ്സിലാണ് നമ്മളുടെ ഇത് മാറുന്നത്, ഈ ടേസ്റ്റ് മാറുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത മ്യൂസിക് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഓക്കെ, ഒരു ജനറേഷൻ മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ടേസ്റ്റ് മാറി. അതായത് വേറെ തരത്തിലുള്ള മ്യൂസിക്കിനെയും വേറെ തരത്തിലുള്ള ക്രിയേറ്റീവ് സാധനങ്ങളെയുമാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ആ ചേഞ്ചസിനനുസരിച്ച് നിന്നെങ്കിൽ മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് തന്നെ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. സൂപ്പർ സ്റ്റാറുകൾ എന്നല്ല, അവരുടെ കൂടെയും പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ വെച്ച് മാത്രം പടം ചെയ്യണമെന്നല്ല. എനിക്ക് കഥ ഏതാണോ ആ കഥയ്ക്ക് ആപ്റ്റായ ഒരു നായകനെ വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് മമ്മൂക്ക ഒഴിച്ച ഒരുമാതിരി എല്ലാവരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തു. എനിക്കങ്ങനെ ഇപ്പം അടുത്തപ്പം മമ്മൂക്കയുടെയും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന ആക്ടേഴ്സ് എന്നൊന്നും ഇതില്ല. ആ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ആക്ടർ ആരാണോ അവരുടെ കൂടെ ചെയ്യാം. ഞാനൊരു കമൻറ്റ് ഇതുപോലെ തന്നെ ഉണ്ടായി, ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ചുള്ള സിനിമകൾ നിർത്തിയിട്ട് ഇപ്പോൾ ഈ അവെഞ്ചേഴ്സ്, സ്റ്റാർ വാർസ് അങ്ങനെയുള്ള മലയാളത്തിൽ തന്നെ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യണം, അതിന് പ്രൊഡ്യൂസേഴ്സ് മുന്നിലേക്ക് വരണം എന്നൊക്കെ. ഇഷ്ടം പോലെ കഥകളാണ് വരുന്നത്, അറിയോ? ഇഷ്ടം പോലെ ഇതുപോലെ സൂപ്പർ ഹ്യൂമൻ കഥകൾ എന്തോരാണ്. അതുപോലെ ഈ പെണ്ണുങ്ങൾ, ഈ സൂപ്പർ വുമൺ ഒരുപാടെണ്ണമാണ് വരുന്നത്. ഇതൊന്നു എല്ലാവരുടെയും തോട്ടിൽ ഒരു കഥ എഴുതാം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം വരുന്ന സാധനം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സിനിമയായിട്ട് അധികം വരുന്നില്ല. അതിൻ്റെ കാരണം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പം മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു പടം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എന്താണ് അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ചെയ്യാന്നല്ലേ നോക്കുന്ന ആൾക്കാർ. മലയാളത്തിൽ മിന്നൽ മുരളി പറഞ്ഞതുകൊണ്ടാണ് അതുപോലെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആവേശം ഇഷ്ടം പോലെ വരുന്നതെന്ന്. അതല്ലേ അത് പ്രൊഡ്യൂസേഴ്സ് പലരും അത് ചെയ്യാനായിട്ട് വില്ലിങ് ആവുന്നില്ല. അപ്പൊ ഒരു പലപ്പോഴും എനിക്കൊന്ന് ഫീമെയിൽ ഇപ്പൊ ഈ അടുത്ത് മറ്റേ ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു, മരക്കാർ, അനാർക്കലി മരക്കാർ, ഗഗനചാരി വന്നില്ലേ? അതേപോലെ സിനിമകളൊക്കെ വരും. അത് ഇഷ്ടംപോലെ കഥകൾ വരുന്നുണ്ട്. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും അതിന് കറക്റ്റായിട്ടുള്ള ആക്ടേഴ്സും എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ, എല്ലാം കൂടെ ഒത്തു ചേർന്നൊരു പ്രോജക്റ്റ് ആകുമ്പോഴാണ് അത് സിനിമയായി മാറുന്നത്. അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ മാം അത് ഏറ്റെടുത്ത് ചെയ്യുമോ? അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നാത്തത് കൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇനി എങ്ങനെയുള്ള ജോണേഴ്സ് ആണ് ഇനി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത്? ഇന്നതൊന്നൊന്നുമില്ല. നല്ല കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് തോന്നുന്ന കഥ, അത്രയേ ഉള്ളൂ. കേൾക്കുമ്പോൾ അത് കൊള്ളാലോ, അല്ല രസമുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ ചിരിപ്പിച്ചല്ലോ, അല്ല എന്നെ വിഷമിപ്പിച്ചല്ലോ, അങ്ങനെയൊക്കെ ഉള്ള കഥകളില്ലേ. എനിക്ക് പേഴ്സണലി എത്ര വർക്കായി എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യാറ്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടായിരുന്നു, ആദ്യത്തെ സിനിമ ഫ്രൈഡേ ചെയ്യുന്ന ടൈമിൽ ഈ ക്രൂ ആൻഡ് കാസ്റ്റിനല്ല മെയിൻലി ക്രൂവിന്
ചെറിയ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അവർക്കുള്ള പേ കൊടുക്കാനായിട്ട് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നു. അപ്പം മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് പലർക്കും അറിയാത്തതും പക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ വളരെയധികം നോക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു മണി മാനേജ്മെന്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? ഇതും മണി മാനേജ്മെന്റുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഇപ്പം ഫസ്റ്റ് ഡേ ഫ്രൈഡേയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയുടെ സിസ്റ്റം അറിയില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് പറ്റിയത്. സിനിമയിൽ ഇങ്ങനെയാണ്, അല്ല ഇങ്ങനെ ഇന്ന ഓരോ കാറ്റഗറിയിൽ ഇന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങനെ ഡെയിലി വേജസ് ആണ്, ചിലർക്കത് അങ്ങനെയല്ല, ചിലർക്കത് വീക്ക്ലി ആണ്, ചിലർക്കത് മന്ത്ലി ആണ്, അല്ല ചിലർക്കത് പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ലായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സിനിമ ചെയ്തു. ഇതിൻ്റെ എല്ലാം തുടക്കം സാജിദാണ്. അപ്പം അത് സാജിദ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് നോക്കി സിനിമ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതാണ് സിനിമ ചെയ്തത് എന്ന് മാത്രം. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ മനസ്സിലായി ഇങ്ങനെയാണ് ഒരു സിനിമ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. മണി മാനേജ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നിന്ന് ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് ഇത് രണ്ടും വ്യത്യാസമുണ്ട്. മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമയിൽ പല രീതിയിൽ ഫണ്ട് സോഴ്സ് ചെയ്യും. അത് ഒരു സിനിമ തീർക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റ് ചിലപ്പോൾ നിന്നൂന്നിരിക്കത്തില്ല, ചിലപ്പം അതിനേക്കാൾ താഴ്ന്നു നിന്നൂന്നിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് എവിടെയും ഒരു മുടക്കവും വരാതെ ആ സിനിമ തീർത്തെടുക്കും എന്നതുള്ളതാണ് ശരിക്കുമുള്ള റിയൽ ടാസ്ക്. ഏതെങ്കിലും സിനിമ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തു അതിൻ്റെ ഷൂട്ടിംഗ് വരെ എത്തിയിട്ട് മുടങ്ങിപ്പോയ സിനിമകൾ പലർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏതെങ്കിലും സിനിമകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ ഇനി ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങാത്തതായിട്ടുള്ള സിനിമകളുണ്ട്? ഇല്ല, അതൊന്നുമില്ല. ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർത്തിട്ടുമുണ്ട്, ഇറങ്ങിയിട്ടുമുണ്ട്. ഇനിയും അടുത്ത റിലീസ് ഏതാണ് ഇനി വരുന്നത്? അടുത്ത ഷൂട്ട് ചെയ്താലല്ലേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷൂട്ട് ഇതില്ല, അതിൻ്റെ പ്രീ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതൊരു വലിയ പ്രോജക്റ്റാണ്. അത് ഉടനെ അനൗൺസ് ചെയ്യും. ഈ പ്രൊഡക്ഷൻ്റെ കൂടെ തന്നെ ആക്ടിങ്ങും ഉണ്ടായിരുന്നു. ആക്ടിങ്ങിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, അതെനിക്ക് പണ്ടേ വലിയ താല്പര്യമുള്ള വിഷയമായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാശ് ലാഭിക്കാനും അല്ലെ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ടൊക്കെയാണ് ഓരോ പടത്തിൽ അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജ് മുഴുവൻ ചേച്ചി എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചാൽ. കാര്യം കൂടുതൽ ആട് കണ്ട ആൾക്കാർ, ആമേൻ കണ്ട ആടും ആമേനുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നോട് എന്താ അഭിനയിക്കാത്തത്. ഇപ്പം ഈ അടുത്ത് പിള്ളേരും ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അഭിനയിച്ചൂടെ എന്നൊക്കെ. ഇപ്പം ഇടയ്ക്ക് ഞാൻ ആലോചിക്കും വേണോ എന്നിങ്ങനെ ആലോചിക്കും. പക്ഷെ എനിക്കിങ്ങനെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാത്തതിൻ്റെ കാരണം എനിക്കിങ്ങനെ വേറൊരാളാൽ ഭരിക്കപ്പെടാൻ വലിയ താല്പര്യമില്ല. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ തിരി, അങ്ങനെ തിരി എന്നൊക്കെ പറയുന്നതിനൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നത് വേറൊരാൾ ഭരിക്കപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഒട്ടും ഇല്ല എന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടർ വന്നാൽ ചിലപ്പോൾ ചെയ്യും. അങ്ങനെ കോമഡി റോൾസ് ആയിരിക്കുമോ കൂടുതലും ഫോക്കസ് ചെയ്യാൻ? അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലല്ലോ. അഭിനയത്തിൽ ഫോക്കസ് ഉണ്ടെങ്കിലല്ലേ ഇന്ന റോള് വേണം എന്താണ് നിൽക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും. അത് ഇന്ന ക്യാരക്ടറൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഇൻട്രസ്റ്റും എനിക്ക് ഇഷ്ടവും ഒക്കെ പ്രൊഡക്ഷനാണ്. ഈ ഷൂട്ടിംഗ് സമയം വരുമ്പോഴത്തേക്ക് കുട്ടികളുടെ കാര്യമൊക്കെ എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യാം? കുഴപ്പമൊന്നുമില്ല. അവരിതുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. ഇപ്പം അവരൊരു എന്താ പറയുന്നത്, അവരെനിക്കൊന്ന് ജനിച്ച് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ അവർ ഈ പ്രൊഡക്ഷൻ കാണാൻ തുടങ്ങി. അപ്പം ആദ്യം എൻ്റെ പപ്പ ചെയ്തു, ഇടയ്ക്കാട് വെച്ചല്ല, അന്ന് അവർക്ക് 1 വയസ്സിന് താഴെയാണ്, തീരെ കുഞ്ഞുങ്ങളവർ 6-7 മാസമൊക്കെ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഇടയ്ക്കാട് വെച്ചാലിന് ഇറങ്ങാൻ നേരം ആയപ്പോഴേക്കും അവർക്കൊരു 1-1.5 വയസ്സായി. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിലൊക്കെ കാണാൻ നടക്കുന്നത് ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ കള്ളൻ, പപ്പ തന്നെ ചെയ്ത കള്ളൻ്റെ ഷൂട്ട് വന്നു, സൗബിൻ്റെ പടം. അപ്പോൾ അവർക്കൊരു 3-4 വയസ്സായി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നല്ല നിലാവുള്ള രാത്രി തുടങ്ങി. അപ്പോൾ ഇവരെനിക്ക് തോന്നുന്നു അത് യൂസ്ഡാണ്, കണ്ട് പ്രൊഡക്ഷനൊക്കെ കണ്ടവർ യൂസ്ഡാണ്. അപ്പം ഞാനവർ സെറ്റിൽ കൊണ്ടുപോകും. അവരവിടെ എല്ലാവരുമായിട്ടും കളിക്കും. ഇപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് ദിവസമൊക്കെ ഞങ്ങൾ പിന്നെ പോട്ടേന്ന് വയ്ക്കും. പോയില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂള് വേണ്ടാന്ന് വയ്ക്കും.
എന്നിട്ട് ലൊക്കേഷനിൽ എന്നൊക്കെ പല ആൾക്കാരെ കാണുമ്പോൾ പല അറിവാണല്ലോ കിട്ടുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ ലൊക്കേഷനിൽ നിൽക്കും. അവർക്കും സിനിമ കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളത്. അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, സിനിമയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അവർക്ക് പ്രൊഡക്ഷനും അങ്ങനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. അത് ബിക്കോസ് ഇങ്ങനെ ചെറുപ്പം മുതലേ കണ്ടതുകൊണ്ടായിരിക്കും. ഇപ്പൊ നല്ല നിലാവുള്ള രാത്രിക്കകത്ത് ഈ പ്രോസ്തറ്റിക് മേക്കപ്പും ഒക്കെ ഇട്ട് എല്ലാവരും ഇങ്ങനെ ചാവുന്നതും മറ്റേ ആസിഡ് ഒഴിക്കുന്നതും കണ്ണു തള്ളി വെളി വരുന്നതും ഒക്കെ അവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഓക്കെ സിനിമയിൽ ഇതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ പെയ്യോ എന്ന് പറഞ്ഞ് പേടിക്കത്തില്ലേ. എനിക്കത് അവർ പേടിച്ച് ഞാൻ കണ്ടത് മഞ്ഞുമൽ ബോയ്സിൽ ഇത് താഴോട്ട് കുഴിയിലോട്ട് വീഴുന്ന സമയത്ത് പേടിച്ചു. അതല്ലെങ്കിൽ അവർക്കെല്ലാം സിനിമയാണെന്നുള്ളത് അറിയാം. ഇത് സിനിമയാണ്, ഇത് ഇങ്ങനെയാണ്, അതിൻ്റെ വർക്ക് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാം. ഇത്രയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. സിനിമകളൊക്കെ ഇനിയും വലിയ പ്രോജക്ട്സിന് വരാനുണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഇപ്പം മുന്നോട്ട് വെച്ച ഒരു മോട്ടീവ് ഞാൻ ആദ്യം ചോദിച്ച ഹേമ കമ്മിറ്റി, അതിലും എല്ലാവരും പറയണ പോലെ നല്ല ആഗ്രഹിക്കുന്ന പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.